കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. ഇന്ന് ഈ സമയം എൻ്റെ പ്രിയപ്പെട്ടവരെ അഭിസംബോധന ചെയ്യാൻ പരിശുദ്ധാത്മാവ് ജീവിതത്തിൽ ഒരുക്കി തന്ന എല്ലാ നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിന് മഹത്വം കരയേറ്റുന്നു. അതേ, ശത്രു നമ്മുടെ കുടുംബത്തിന് നേരെ, നമ്മുടെ ഭാവിക്ക് നേരെ, തലമുറകൾക്ക് നേരെ ഉയർത്തുന്ന യാതൊരു കാര്യവും നടപ്പിലാകുകയില്ല. ശത്രുവിൻ്റെ ഒരു പ്രതീക്ഷയും നടക്കത്തില്ല. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായം 11-ാമത്തെ വേദഭാഗം. പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ഹെരോദാവിൻ്റെ കയ്യിൽ നിന്നും യഹൂദാജനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാനിപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് പറഞ്ഞു. വളരെ സുപരിചിതമായൊരു തിരുവചന ഭാഗമാണ് വായിച്ചു കേട്ടത്. പത്രോസിനെ തടവിലാക്കി അവിടം കൊണ്ട് അവസാനിച്ചു, അവിടം കൊണ്ട് ഫുൾ സ്റ്റോപ്പ് വീണു എന്ന് വിധി എഴുതിയ, ശത്രു പ്രതീക്ഷിച്ചിരുന്ന ശത്രുവിൻ്റെ സകല പ്രതീക്ഷകളെയും താറുമാറാക്കി ദൈവത്തിൻ്റെ പൈതലിനെ ദൈവം വിടുവിക്കുന്ന അസാധാരണമായ ദൈവവചന ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. അതേ പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ശത്രു ചില പദ്ധതികൾ ഒരുക്കുന്നത് അങ്ങയുടെ കുടുംബം തകരണമെന്നോർത്താണ്, അങ്ങയുടെ തലമുറയുടെ ഭാവി തകർന്നു പോകണമെന്നോർത്താണ്, അങ്ങ് പ്രതീക്ഷിച്ചുയർത്തിക്കൊണ്ട് വരുന്നത് തകർക്കുമെന്നോർത്താണ്. എന്നാൽ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ മാതാപിതാക്കളോട്, സഹോദരങ്ങളോട് ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറുന്നു. ശത്രു ഒരുക്കുന്ന ഒരു പദ്ധതിയും അവൻ്റെ ഒരു പ്രതീക്ഷയും പ്രാർത്ഥിക്കുന്നവൻ്റെ കുടുംബത്തിനോ പ്രാർത്ഥിക്കുന്നവൻ്റെ മേലോ വെളിപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. സകലത്തെയും വെട്ടിമാറ്റി ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം ചലിപ്പിക്കുവാനിടയായിത്തീരും. ഇവിടെ വായിക്കുവാൻ കഴിഞ്ഞത് അപ്പോസ്തല പ്രവൃത്തിയിൽ വാസ്തവമായി പത്രോസ് അറിയുന്നൊരു കാര്യമുണ്ട്. പത്രോസ് നല്ല ഉറക്കത്തിൽ നിന്ന് പകുതി ബോധത്തോടാണ് താൻ പുറത്തു വരുന്നത്. താൻ പോലും അറിയുന്നില്ല വാസ്തവമായി വിടുവിക്കപ്പെടുകയാണോ. ഒരു സ്വപ്നം കാണുന്നത് പോലെ താൻ ആയിരിക്കുന്നൊരു സാഹചര്യമാണ് എന്ന് പറഞ്ഞാൽ പത്രോസിൻ്റെ ബുദ്ധിക്ക് പോലും ആലോചിക്കാൻ കഴിയാത്തൊരു വിടുതൽ പത്രോസിൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭാരത്തോടെ പ്രയാസത്തോടെ ആയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ കൈമാറുന്നു. എന്താകുമെന്ന് ആകുല ചിന്തയ്ക്കകത്ത് വേദനപ്പെട്ടിരിക്കുന്നെങ്കിൽ ശത്രുവിൻ്റെ സകല പ്രതീക്ഷയും താറുമാറാക്കി ദൈവത്തിൻ്റെ ജനങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാനിടയായിത്തീരും. ഇവിടെ വായിക്കുന്നത് 12:4 ഇങ്ങനെ പറയുകയാണ്: അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിൻ്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചു. തടവിലാക്കി അവനെ കാക്കുവാൻ 4 ചേവകർ ഉള്ള 4 കൂട്ടത്തിനേൽപ്പിച്ചു. അതേ, പത്രോസ് എന്ന ഒരു മനുഷ്യനെ കാവൽ കാക്കുവാൻ ഈ ജയിലിനകത്ത്, കാരാഗ്രഹത്തിനകത്ത് കൊണ്ടിട്ടിട്ട് അവരുടെ മുന്നിൽ ചേവകരെ നിർത്തിയിരിക്കുകയാ. സകല ദൈവജനത്തിൻ്റെ സകല പ്രതീക്ഷകളെയും തെറ്റിക്കുന്ന വിധത്തിൽ ചിലതൊക്കെ കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ താഴോട്ട് വായിച്ചു വരുമ്പോൾ ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ ശ്രദ്ധയോട് അവന് വേണ്ടി പ്രാർത്ഥന കഴിച്ചു. അതേ പ്രിയപ്പെട്ടവരെ, ഒരു കൂട്ടം അവനെ ഒതുക്കി നിർത്തുമ്പോൾ 4 ചേവകരുള്ള ഒരു കൂട്ടം പത്രോസിനെ തടവിൽ ഒതുക്കി നിർത്തുമ്പോൾ മറ്റൊരു കൂട്ടം ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ പുറത്തുണ്ടെന്ന് ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ. പ്രാർത്ഥിക്കുന്നൊരു കൂട്ടത്തെ, പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയെ താറുമാറാക്കി കളയാനും നശിപ്പിച്ച് കളയാനും പിശാചിടുന്ന ഒരു പദ്ധതിയും നടക്കുകയില്ല. ഇവിടെ അത് തന്നെയാണ് വായിച്ചത്. 4 ചേവകരുള്ള കൂട്ടത്തിനേൽപ്പിച്ചു കൊടുത്തു. എന്നാൽ മറ്റൊരു കൂട്ടം പ്രാർത്ഥിക്കുന്നുണ്ട്, സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുകയാണ്. 6-ാം വാക്യത്തിൽ ഇങ്ങനെ തന്നെ വായിക്കുന്നു: ഹെരോദാവ് അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിൻ്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി
രണ്ടു പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. വാതിലിന്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു. ഹെരോദാവിൻ്റെ ചിന്ത, ഹെരോദാവ് പ്രതീക്ഷിച്ചത് ഒറ്റ കാര്യമേ ഉള്ളൂ. നാളെ ഇവൻ ഈ കാരാഗ്രഹത്തിൽ കിടക്കുന്ന ഈ പത്രോസിനെ നാളെ ജനത്തിൻ്റെ മുൻപിൽ കൊണ്ടു നിർത്തി വിചാരണ ചെയ്യണം. അതേ പ്രിയപ്പെട്ടവരെ, പിശാച് അങ്ങയുടെ കുടുംബത്തിന് നേരെ, അങ്ങയുടെ തലമുറകൾക്ക് നേരെ, അങ്ങയുടെ ഭാവി ജീവിതത്തിന് നേരെ നോക്കി ആമേൻ മറ്റുള്ളവരുടെ മുമ്പിൽ ആമേൻ ഞാനിതൊരു ചർച്ചാ വിഷയമാക്കുമെന്നും ഞാനിത് പരസ്യഹോലമാക്കുമെന്നും അവനിട്ട സകല പദ്ധതികളെയും ദൈവം ഇന്ന് പകൽ ആമേൻ വെട്ടിമാറ്റുവാൻ, എടുത്തു മാറ്റുവാനിടയായി തീരും. വിശ്വസിക്കുന്നവർ കർത്താവിന് മഹത്വവും ആമേനും കൊടുത്തു തുടങ്ങുക. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. അത് ഇന്ന് ഈ സമയങ്ങളിൽ നമ്മുടെ മേൽ വ്യാപരിച്ചു തുടങ്ങുന്നു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അവർ ഹെരോദാവിൻ്റെ പ്രതീക്ഷ, നാളെ ജനത്തിൻ്റെ മുമ്പിൽ ഇവനെ നിർത്തണം, ഇവനെ വിചാരണ ചെയ്യണം. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹെരോദാവും യഹൂദന്മാരും പിശാചും പ്രതീക്ഷിച്ചിരുന്ന പ്രതീക്ഷയ്ക്കകത്തു നിന്ന് അവർ പോലും അറിയാതെ അതിൻ്റെ തലേ രാത്രിയിൽ തന്നെ പത്രോസിനെ വിടുവിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരമിറങ്ങി നിന്നു. ഇന്ന് പകൽ ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറട്ടെ. അങ്ങ് ആമേൻ വേദനയോടിരിക്കുന്ന ഒരു വ്യക്തിയാണോ? ഭാരത്തോടിരിക്കുന്ന വ്യക്തിയാണോ? ഹൃദയം നുറുങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയാണോ? ദൈവത്തിൻ്റെ ദൂതനെ അയച്ച് അങ്ങയുടെ വിഷയത്തിനകത്ത് മറുപടി തരാൻ കരുത്തുള്ളൊരു ദൈവമാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 7-ാം വാക്യത്തിൽ അതാണ് കാണുക. പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷമായി. അതേ പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് ചില ദൈവപ്രവർത്തികൾ നടക്കാൻ പോകുകയാ. നാളിതുവരെ പ്രതീക്ഷിച്ചിരുന്നത്, നാളിതുവരെ വളരെ പ്രാർത്ഥനയോടെ കരച്ചിലോടിരുന്നത്, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുക, പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അതേ, പെട്ടെന്ന് ചില ദൈവപ്രവർത്തികൾ നടക്കാൻ പോകുന്നു. ഈ സന്ദേശത്തിന് ആമേൻ പറയുക. പെട്ടെന്ന് ചില ദൈവപ്രവർത്തികൾ നടക്കാൻ ആമേൻ വിശ്വാസത്തോടെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഇവിടെ കാണുന്നത്, പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. ഒരു വെളിച്ചം പ്രകാശിച്ചു. പത്രോസിൻ്റെ വിലാപ്പുറത്ത് തട്ടിയിട്ട് എഴുന്നേൽക്കാൻ പറയുകയാണ്. നാം വായിച്ച വേദഭാഗത്തിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നത്, അവൻ്റെ പിന്നാലെ പത്രോസ് ചെല്ലുക. ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവമെന്നറിയാതെ ഒരു ദർശനമെന്ന്. അതേ സ്തോത്രം, നാളിതുവരെ നമ്മുടെ ചിന്തകൾ, നമ്മുടെ ബുദ്ധിമണ്ഡലങ്ങൾ നമ്മോട് പറഞ്ഞത്, ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ, ഇതുവരെ ഒന്നും നടന്നിട്ടില്ലല്ലോ, ഇനി നടക്കുമെന്ന് എൻ്റെ പ്രതീക്ഷയൊക്കെ പോയി. സ്തോത്രം, ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. നാളുകൾ കുറയായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ പ്രതീക്ഷയൊക്കെ താണു വന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഇന്ന് ഞാൻ ദൈവവചന അടിസ്ഥാനത്തിലൊരു ദൂത് കൈമാറാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പത്രോസ് പറയുക, സംഭവിച്ചത് എന്തെന്ന് അറിയാതൊരു ദർശനമാണെന്ന് അവൻ ചിന്തിക്കുക. അതേ പ്രിയപ്പെട്ടവരെ, ഒരു സ്വപ്നം കാണുന്നത് പോലെ അങ്ങേ ഭാരപ്പെടുത്തി അങ്ങയുടെ ഹൃദയത്തെ മുറിവേൽപ്പിച്ച വിഷയത്തെ എൻ്റെ ദൈവം ഏറ്റെടുക്കും. എൻ്റെ ദൈവം അതിനെ എടുത്തു മാറ്റി വലിയ അത്ഭുതം അങ്ങയ്ക്ക് വേണ്ടി, അങ്ങയുടെ കുടുംബത്തിന് വേണ്ടി ചെയ്യാൻ ദൈവം പ്രവർത്തിക്കുവാനിടയായി തീരും. അടുത്ത ഭാഗം കടന്ന് അവർ 1-ാം കാവലും 2-ാം കാവലും കടന്നു പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിൽക്കലെത്തിയും ദൈവത്തിന് സ്തോത്രം, അത് അവർക്ക് സ്വതവേ തുറന്നു. അതേ പ്രിയപ്പെട്ടവരെ, അങ്ങയെ എത്ര സ്തോത്ര കാവൽ കാക്കാൻ ആളെ ഏൽപ്പിച്ചാലും, അങ്ങേ എത്ര പൂട്ടി ഒതുക്കി നിർത്തിയാലും സ്വതവേ ചിലത് തുറന്നു വരാൻ ഇവനിനി പുറത്തു വരത്തില്ല, ഇവനിനി രക്ഷപ്പെടത്തില്ല, അവൻ്റെ കുടുംബം ഇനി എഴുന്നേൽക്കത്തില്ല എന്ന് വിധി എഴുതിയ സ്തോത്രം ആ വ്യക്തികളുടെ മുമ്പിൽ, ശത്രുവിൻ്റെ പദ്ധതികളുടെ മുമ്പിൽ, ശത്രു പ്രതീക്ഷിച്ച പ്രതീക്ഷകളുടെ മുമ്പിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ആരും തൊടാതെ വണ്ണം, ആരും ഫോഴ്സ് ചെയ്യാതെ വണ്ണം സ്വതവേ ചിലത് തുറന്നു വരാൻ, സ്വതവേ ചില ദൈവപ്രവർത്തികൾ വെളിപ്പെടാൻ ഇന്ന് പകൽക്കാലം ദൈവസന്നിധി നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുക. ഇവിടെ അടുത്ത വാക്യത്തിൽ പത്രോസ് പറയുകയാണ്, അതേ യഹൂദ ജനത്തിൻ്റെ കരത്തിൽ നിന്നും സ്തോത്രം ഹെരോദാവിൻ്റെ പ്രതീക്ഷയിൽ നിന്നും ഞാൻ വാസ്തവമായി വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ശത്രു ഉയർത്തിയ ചില മതിൽക്കെട്ടുകൾ, ശത്രു കൊണ്ടിട്ട ചില പ്രതിസന്ധികൾ പരിശുദ്ധാത്മാവ് അതിനെ നീക്കം ചെയ്തിട്ട് ദൈവപ്രവൃത്തിയുടെ മേഖലകൾ, ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരങ്ങൾ
ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും ഓരോ കുടുംബത്തിലും പരിശുദ്ധാത്മാവ് ചലിപ്പിക്കും. ഒന്നും കൂടെ പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുന്നു. ശത്രു പോലും അറിയാതെ ദൈവ പൈതലിനു വേണ്ടി ദൈവം വിടുതൽ ചെയ്യും. 44 ചേവകരുള്ള കാരാഗ്രഹത്തിനകത്ത് പടയാളികൾ അറിയാതെ ദൈവത്തിൻ്റെ ദാസനെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഇതൊരു പ്രവചന ശബ്ദമായി ഞാൻ കൈമാറുന്നു. ആരൊക്കെ ഒതുക്കാൻ നോക്കിയാലും, ആരൊക്കെ വിധിച്ചാലും, പഴി പറഞ്ഞാലും, ഇവൻ ഇവിടം കൊണ്ട് അവസാനിച്ചെന്ന് പറഞ്ഞാലും, ദൈവം ശത്രുവിൻ്റെ പദ്ധതികൾക്ക് മുകളിൽ ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുത്തി തൻ്റെ ഭക്തനെ വിടുവിക്കുവാനിടയായിത്തീരും. വളരെ പ്രാർത്ഥനയോടെ ദൈവിക വിശ്വാസത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.